ഇത് വന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റമാണ്. നമുക്ക് ഇതേ കണക്ക് തന്നെ ബട്ടനൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മളൊരു റെസ്റ്റോറൻറ്റ്, കഫേ തുടങ്ങിയതിന് വേണ്ടിയിട്ട് ഒരു ഡെമോക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് കണക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഐറ്റംസ് ഇവിടെ നമ്മൾ നേരത്തെ ആഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഐറ്റംസ് ഇതിൽ ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് പേര് കൊടുക്കാം, നിങ്ങൾക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാം. അത് കണക്ക് പ്രൈസ്, അത് കണക്ക് നമുക്ക് മേടിച്ച പ്രൈസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ബാർകോഡ് വേണമെങ്കിൽ ബാർകോഡിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് സ്റ്റോക്ക് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് സ്റ്റോക്കിൻ്റെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കിൻ്റെ ഇത് കൊടുക്കാൻ പറ്റും. അത് കണക്ക് നമ്മൾ ടാക്സും കാര്യങ്ങളും വേണമെങ്കിൽ നമുക്ക് ടാക്സും കൊടുക്കാൻ പറ്റുന്നതാണ്. പ്ലസ് നമുക്കിപ്പോൾ ഇമേജ് ആണ്, നിങ്ങൾക്ക് ബട്ടണിന് വേണ്ടിയിട്ട് ഇമേജ് ആണെങ്കിൽ നമ്മൾ ഇമേജ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇമേജ് എടുക്കാനുള്ള ചൂസ് ഫോട്ടോ, ടേക്ക് ഫോട്ടോ എന്നുള്ളത്. അപ്പോൾ ഡയറക്റ്റ് നമുക്കിപ്പോൾ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൽ എളുപ്പത്തിൽ ബില്ല് ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഐറ്റം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ കാണാം. ഇതിനൊക്കെ ഇപ്പോൾ ഇമേജൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ തന്നെ ഓരോ ഐറ്റം നമുക്ക് കാണാം. ഇത് ഓരോ ബട്ടനാണ്. ഇപ്പോൾ നമുക്കിവിടെ അപ്പം വേണം, ഓരോന്നും ഇങ്ങനെ. ഇനിയിപ്പോൾ ഇത് അപ്പം തന്നെ ഇപ്പോൾ 2-3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ 3-ആയി 4-ആയി നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്ത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതല്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഐറ്റം കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൂട്ടി കൊടുക്കാം. ഇപ്പോൾ എത്രയാണ്, 2-ഓ 3-ഓ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അത് കണക്ക് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കാം. ഇനി ഇത് തന്നെ ഇപ്പോൾ ഈ ഐറ്റം വേണ്ട എങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഇത് ബില്ല് ചെയ്യാനായിട്ട് നമ്മൾ ചാർജ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാർജ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ടോട്ടൽ എത്രയെന്ന് ഇവിടെ കാണിക്കും. അത് കണക്ക് ഇവിടെ ഏത് മോഡാണ്, ക്യാഷ് ആണോ, GPay ആണോ, കാർഡാണോ, ഇത് എന്നിട്ട് സെലക്ട് ചെയ്ത് നമ്മളിപ്പോൾ ക്യാഷ് സെലക്ട് ചെയ്തു. എന്നിട്ട് പ്രിന്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പ്രിന്റ് പ്രസ് ചെയ്താൽ ഇത് കണക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ട് വളരെ നിങ്ങളെ ഷോപ്പിൻ്റെ ലോഗോ, അഡ്രസ്സ് എല്ലാം വെച്ചിട്ട് ഇത് കണക്ക് ബില്ല് വരും. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരും. സിമ്പിളാണ്, ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത്. ഇതിന് 3990 ആണ് വരുന്നത്. ഇതിന് വേറെ ആനുവൽ ചാർജസോ മറ്റൊന്നും തന്നെ ഇല്ല. ഇത് കണക്ക് നമുക്കിപ്പോൾ മറ്റു ഫോണിൽ ഇപ്പോൾ 2 ഫോണിലേക്കുള്ള ആപ്പ് കിട്ടും. ഇതേ കണക്ക് തന്നെ നമുക്ക് ഒരേ സമയം 2 ഫോണിൽ നിന്നാണെങ്കിലും ബില്ല് ചെയ്ത് കൊടുക്കാം. അത് കണക്ക് നമ്മളിപ്പോൾ ഷോപ്പിലില്ല, നമ്മൾ എവിടെയായാലും നമുക്ക് ഇതിൻ്റെ കണക്കും കാര്യങ്ങളെല്ലാം എവിടെയെന്ന് അറിയാം. ഇപ്പോൾ നമുക്കിപ്പോൾ ബില്ലൊക്കെ അടിച്ചതാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ നിന്നിട്ട് റെസീറ്റ് ഓരോ ബില്ലുകൾ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഏതൊക്കെ ഐറ്റമാണ് ഇത് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഓരോന്നിൻ്റെയും ഓരോ ബില്ലും അപ്പോൾ തന്നെ റിയൽ ടൈമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അത് കണക്ക് നമുക്ക് റിപ്പോർട്ടുകൾ കാര്യങ്ങൾ ഇപ്പോൾ ഓരോ ഐറ്റം, ഇപ്പോൾ ചിക്കൻ ബിരിയാണി എത്ര പോയി, മട്ടൻ ബിരിയാണി എത്ര പോയി, അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടുകളും നമുക്കിതിൽ അവൈലബിൾ ആണ്. നമുക്ക് എവിടെ നിന്നും ഇതെല്ലാം മോണിറ്റർ ചെയ്യാനും പറ്റും. നമുക്ക് ഫോണിൽ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം കിട്ടും. ഓരോ ഐറ്റവും ഓരോ ദിവസവും ബില്ല് ചെയ്തിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ അതിൻ്റെ ചാർട്ടുണ്ട്, അതിനുള്ള എല്ലാം നമുക്കിവിടെ തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും ഇപ്പോൾ സെയിൽ ബൈ ഐറ്റം, അത് കണക്ക് കാറ്റഗറി വൈസ് എടുക്കുന്നത്. നമുക്ക് ഒരു ഐറ്റം ഇപ്പോൾ നമ്മൾ സെല് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഡെമോ ഡാറ്റ ആയിട്ടാണ്. ശരിക്കുള്ള ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഇതിപ്പോൾ നമുക്ക് ഉപ്പുമാവ് എത്ര പോയി, അതിൻ്റെ ടോട്ടൽ എത്ര, അത് കണക്ക് ഓരോ ദിവസത്തെയും നമുക്കിവിടെ കാണാൻ പറ്റും.